ഇതൊക്കെ അവന്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയതാ സാർ. സത്യം ആർക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറയൂ. ആയിക്കോട്ടെ പ്രസാദ്. യെസ് സാർ. ഇത് എവിഡൻസ് റൂമിൽ വെക്കണ്ട, വേറെ എവിടെയെങ്കിലും സേഫ് ആയിട്ട് വെക്കണം. ഓക്കെ സാർ. ഇവിടെ നോക്ക്, ഞങ്ങളുടെ ചോദ്യത്തിന് നീ മറുപടി പറഞ്ഞാ നിനക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഏയ് എന്താടാ തുറച്ചു നോക്കുന്നേ? ഇപ്പൊ നീ മര്യാദയ്ക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ നിന്നെ അടിക്കേണ്ടി വരും. കൈകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നു, അടിക്കണമെന്ന് പറയുന്നു. എപ്പോഴാ അടി തുടങ്ങുന്നത്? ഏയ് നിർത്തടാ. ഇവൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല സർ. ജ്വല്ലറി കേസിലും ബാങ്ക് കേസിലും നീ തന്നെയാണ് കൊള്ളയടിച്ചെന്ന് എനിക്കും അറിയാം, അതുപോലെ നിനക്കും അറിയാം. ഇനി അറിയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ബാങ്കിലിരുന്ന് എങ്ങനെയാണ് നീ എൻ്റെ അച്ഛനെ കൊണ്ട് പണം ഒടിപ്പിച്ചത്? എന്ത്? ബാങ്കിൽ നിന്ന് പണം എടുത്തത് നിന്റെ അച്ഛനാണെന്നോ? എടാ ദുഷ്ടന്മാരെ, അതിന് എന്നെ എന്തിനാ പിടിച്ചു വെച്ചിരിക്കുന്നത്? നിന്റെ അച്ഛൻ അടിച്ചു മാറ്റിയ പണം എന്റെ വണ്ടിക്കകത്തിട്ട് പാവം ഒരു നിരപരാധി എങ്ങനെ ജയിലിനകത്താക്കിയല്ലോ. സാർ ബാങ്കിൽ CCTV ഉണ്ടാവും സാർ. ആ ഫുട്ടേജ് എടുത്ത് നോക്ക് സാർ. അതിൽ നോക്കി അറിയാം സാർ ആരാ പണം എടുത്തതെന്ന്. ഒന്ന് വേഗം നോക്ക് സാർ. എന്താ മച്ചാനെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആ ഫുട്ടേജ് എവിടെ? വീഡിയോ. CCTV ഫുട്ടേജ് എല്ലാം ഭദ്രമായിട്ട് ഇരിക്കേണ്ട സ്ഥലത്ത് തന്നെ ഇരിപ്പുണ്ട്. കെട്ടുകണക്കിന് പണവുമായിട്ടല്ലേ നിന്നെ ഞങ്ങൾ പിടിച്ചത്. ആ ഫുട്ടേജ് മാത്രമേ ഇവിടെ നിന്ന് ന്യൂസിന് പോവുള്ളൂ. ഇനി നീ പറയേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് നീ എല്ലാവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? പറയടാ. സാർ ഇവൻ ഭയങ്കര ഓവർ ആവുന്നുണ്ട് സാർ. പ്രസാദ്, മൂത്തവരോട് സംസാരിക്കുന്നുണ്ടല്ലേ, പോയി ഐറ്റം എടുത്തോണ്ട് വാ. ഞങ്ങളിങ്ങനെ ക്ഷമിക്കണോ? തല കയറണോ? മച്ചാനെ, നീ അടിക്കുമെന്നാ വിചാരിച്ച് കണ്ടവനൊക്കെ അടിക്കും. ആദിത്യ, നീ ഇപ്പൊ എവിടെയാന്നുള്ള കാര്യം പറഞ്ഞോ? ഇപ്പൊ ഞാനിവിടെ നിന്റെയൊക്കെ കൺട്രോളിലാണെന്നാ മനസ്സിലിരിപ്പല്ലേ? അല്ലേ? ഇനി 10 മിനിറ്റിനകം ഇവൻ മരിക്കും. ഇവൻ ചത്തിട്ട് വാ സംസാരിക്കാൻ. വരുമ്പോഴേ നിന്റെ അച്ഛന്റെ CCTV ഫുട്ടേജ് ഒളിപ്പിച്ചു വെച്ചിരുന്നില്ലേ, അതെടുത്തോണ്ട് വാ. എന്താണ് ബ്രോ, അവൻ എന്നിട്ട് എന്തൊക്കെയോ പറയുന്നതാണ്. ഏയ് പ്രസാദേ, ഓടാ. ഗുഡ് മോർണിംഗ് സാർ. പ്രൊഫസർ ചെറിയാൻ, ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ്. താങ്ക് യു. എന്താ പറഞ്ഞോളൂ സാർ. നിങ്ങൾ ആദിത്യൻ എന്ന് പറഞ്ഞ ഒരാളെ ഈയിടെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നു? 6 മാസം മുമ്പ് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ പ്രോജക്റ്റിലെ അംഗമായിരുന്നു ഈ ആദിത്യൻ. പഴനിയിലെ മുരുകന്റെ വിഗ്രഹമില്ലേ, ആ ശില്പകൽപ്പന നടത്തിയത് ബോഗൻ എന്ന് പറയുന്നയാളാണ്. ആ മഹാസിദ്ധന് അഷ്ടസിദ്ധികളെല്ലാം നല്ല വശമാണ്. ഇരുമ്പുരുക്കി സ്വർണ്ണമാക്കിയെടുക്കുന്ന ഫോർമുല, അപ്രത്യക്ഷമാകുന്ന കഴിവ്, വിചാരിച്ചാൽ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നത്, ഇതുപോലെ അഷ്ടസിദ്ധികളുടെ രഹസ്യങ്ങൾ മുഴുവനായി താളിയോലയിൽ എഴുതി വെച്ചതായ വിശ്വാസങ്ങളുണ്ട്. ഈ ബോഗർക്കും ആദിത്യയുടെ കേസുമായിട്ട് എന്ത് ബന്ധമുള്ളത്? അത് സാർ, ബോഗനെ കുറിച്ച് മുഴുവനായി അറിഞ്ഞെങ്കിലേ ആദിത്യന്റെ കേസിന്റെ ചുരുളുകൾ മൊത്തത്തിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയൂ. പറയട്ടെ? ഓക്കെ. ആ മുഖ്യ താളിയോലകൾ തേടി പളനിയമ്പലത്തിന്റെ താഴ്വാരത്ത് ഞങ്ങളൊരു ക്യാമ്പ് ഇട്ടായിരുന്നു. എടോ നോയൽ സാർ, ആദിത്യനെ എവിടാടോ? 2 ദിവസമായിട്ട് ജോലിക്ക് വരുന്നില്ല സാർ. പെട്ടെന്ന് ആദിത്യം പണക്കാരനായത് ബാങ്കിൽ നിന്നും ജ്വല്ലറി ഷോപ്പിൽ നിന്നൊക്കെ പണം മോഷണം പോയ വിധം ഇതെല്ലാം വെച്ച് നോക്കുമ്പോ ബോഹൻ എഴുതി വെച്ച അഷ്ടമസിദ്ധികളിൽ ഒരു അത്ഭുതകരമായ താളിയോല ആദിത്യന് ലഭിച്ചിരിക്കുന്നു. ആ താളിയോലകൾ കൈവശം വെച്ചാണ് ഇങ്ങനൊക്കെ ചെയ്യുന്നെന്ന് തോന്നുന്നു സാർ. അവനിപ്പോ ഒരു സാധാരണ മനുഷ്യനല്ല. എന്തുട്ടാ സീൻ കാണിക്കാ നീ? എവിടെ ഇരിക്കണെന്ന് അറിയോ നിനക്ക്? ശബരിമലയ്ക്കുള്ള മാലയിട്ടേക്കാ ഞാന്. എന്നെ കൊണ്ട് ഊരിക്കരുത്. ആരെ കൊണ്ട് എതിർക്കാൻ പറ്റാത്ത ശക്തി അവന് ലഭിച്ചിട്ടുണ്ടാവും. അതെന്തൊരു ശക്തിയാ സാർ? ആകെയുള്ള 64 കലകളിൽ
52ാമത്തെ കലയാണ് പരകായ പ്രവേശം. പരകായ പ്രവേശം എന്ന് പറഞ്ഞാൽ കൂടുവിട്ട് കൂടുമാറുക, അതായത് ബോഡി സ്വാപ്പിംഗ്. ഈ വിദ്യ അറിയുന്നവൻ ആദ്യം തന്റെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർതിരിക്കും. അടുത്തത് ആരുടെ ശരീരത്തിൽ കയറണമെന്ന് വിചാരിക്കുന്നുവോ ഉടനെ തന്നെ ആ ആത്മാവിനെയും വേർതിരിക്കും. ഇപ്പോ ഈ ആത്മാവ് ആ ശരീരത്തിലേക്ക് കിടക്കും, ആ ആത്മാവ് ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കും. ഇവനോക്കെ പാർട്ട്ണർ, അവനാ പാവം. പാർട്ട്ണർ, ഞാൻ ഇവിടത്തിനുണ്ടായിരുന്നു പാർട്ട്ണർ. ഞാനൊന്നും ചെയ്തിട്ടില്ല. അച്ഛനെ പറഞ്ഞു കൊടുക്ക്, ഈ കേസ് എന്റെ തലയിൽ കെട്ടിവെക്കും. നീ പോ, നീ പോ. സർ, സത്യപ്രസാദിനെ കൊന്നു സർ. സർ പ്ലീസ് നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്റഗ്രേഷൻ റൂമിലോട്ട് വരണം. വരാം വരാം. സോറി സർ, ഒരു മിനിറ്റ്. എന്തിനാണ് പ്രസാദിനെ കൊന്നത്? പാർട്ട്ണർ, ബാർമാൻ ഐറ്റം ശരിക്ക് തന്നില്ല പാർട്ട്ണർ. ഇതെല്ലാം എന്തിനാ ചെയ്യുന്നേ? എങ്ങനെയാ നീ ചെയ്യുന്നേ? പറയുന്നോ ഇല്ലയോ? വേണ്ട പാർട്ട്ണർ, പറയാം പാർട്ട്ണർ, പറയാം. ആ ബാങ്ക് കൊള്ളയടിച്ചത് നിന്റെ തന്തയാ. വിക്രം, വിക്രം, സാർ സാർ തുറക്ക് സാർ, സാർ തുറക്ക്. സർ പറയുന്ന കേൾക്കൂ, തുറക്ക്. സർ സാർ, കഥ തുറക്ക് സാർ. പ്ലീസ് തുറക്ക് സർ. വിക്രം, നീ എന്താ ഈ കാണിച്ചത്? പൾസ് ഉണ്ടോ നോക്കിയേ. യെസ് സർ, പൾസ് ഉണ്ട്. കോൾ ദി ആംബുലൻസ്. യെസ് സർ. നിരപരാധിയായിട്ടുള്ള നിന്റെ അച്ഛനെ രക്ഷിക്കാനുള്ള ഓരോ എവിഡൻസ് ഈ ഇരിക്കുന്നവനാ. ഹലോ, ഇവനെ കൊല്ലാൻ നോക്കുവാണ് നീ.